ഹേറോദേസ് മരിച്ചു എന്ന് കേട്ടപ്പോൾ സ്വപ്നത്തിൽ യോസേപ്പിതാവിന് പ്രത്യക്ഷപ്പെടുക ദൈവദൂതൻ. എന്ത് ചെയ്യണം? നീ തിരിച്ച് എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചിരുന്നവൻ മരിച്ചു. ഹല്ലേലൂയ. ഹേറോദസിന്റെ സ്ഥാനത്ത് മകൻ അർക്കലൗസ് ആ ദേശത്ത് രാജാവ് വാഴുന്നു എന്നറിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകുവാനായിട്ട് ഔസേപ്പിതാവിന് ഭയമായിരുന്നു. പക്ഷെ വീണ്ടും സ്വപ്നത്തിൽ പറയുകയാണ്, നീ അവിടെ ചെന്ന് പാർക്കാനായിട്ട്. ഹല്ലേലൂയ. സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന സ്വപ്നമല്ല, ഇത് ദർശനമാണ്. അതുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഔസേപ്പിതാവ് ഒരു സ്വപ്നം മാത്രമല്ല കണ്ടിട്ടുള്ളത്. ഒരു സ്വപ്നം എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഏത്? മറിയത്തെ ഉപേക്ഷിക്കരുതെന്നുള്ള അല്ല, പല സ്വപ്നങ്ങളും. സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമല്ല, ഇത് ദർശനമാണ്. ദർശനത്തിൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് യോസേപ്പിനെ കാണിച്ചു കൊടുക്കുക. തിരുനാളെന്ന് പറഞ്ഞാൽ ആഘോഷത്തിൻ്റെ ദിനം അല്ലേ? പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടും എടുത്ത രക്തസാക്ഷികളായ വ്യക്തികളുടെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും ആ ചൈതന്യം നമ്മൾ നിലനിർത്തിയില്ലെങ്കിൽ നമ്മുടെ കുടുംബം തകർന്നു പോകും. ഹല്ലേലൂയ. കാരണം എന്താ? ഈ ക്രിസ്മസ് ആഘോഷത്തിൽ അല്ലെങ്കിൽ ഈ ക്രിസ്മസ് ഫെസ്റ്റിവലിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ധ്യാനിക്കുന്നത് തിരുക്കുടുംബത്തെക്കുറിച്ചാണ്. ആ തിരുക്കുടുംബത്തെ ആക്രമിക്കാൻ വന്നത് ആരാണെന്ന് വെച്ചാൽ അതാണ് ആ കുടുംബത്തിനെതിരെ പ്രവർത്തിക്കുന്ന സാത്താൻ, ശത്രുവായ പിശാച്. നിങ്ങളുടെ ഓരോ കുടുംബത്തിൻ്റെയും ഏറ്റവും വലിയ ഒന്നാമത്തെ ശത്രു ആരാണെന്ന് വെച്ചാൽ പിശാചാണ്. ആ പിശാച് ഹെറോദസിൻ്റെ ഉള്ളിലൂടെ കടന്നു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ തൊട്ടയൽക്കത്തുള്ളവർ അല്ലെങ്കിൽ നമുക്കെതിരെ നിൽക്കുന്നവർ, നമ്മുടെ ബന്ധുക്കളിൽ തന്നെ നമ്മൾ എതിർക്കുന്നവർ, അവരെ നിങ്ങൾ ശത്രുക്കളായിട്ടല്ല കാണുന്നുണ്ട്, അവരിലൂടെയാണ് ശത്രു കടന്നു വരുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പറയപ്പെടുന്നൊരു വാക്കാണ് പോലീസുകാരെല്ലാവരും ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ചെയ്യുന്നവനല്ല, ആവർത്തിച്ച് തെറ്റ് ചെയ്യുന്നവനിൽ വരുന്ന പിശാച് കുടിയിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ പൊസിഷൻ ചെയ്യാം, ആ വ്യക്തിയിൽ വന്ന പൊസിഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഹെറോദസിന് അവൻ കേൾക്കുകയാണ്, എനിക്ക് ബദലായിട്ട് ഒരു രാജാവ് പിറന്നു, എനിക്ക് ബദലായിട്ടൊരു ശത്രു പിറന്നു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താ? അവനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അവൻ്റെ ദൗത്യം. ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് 2 വയസ്സിൻ്റെ താഴെയുള്ള എല്ലാ ശിശുക്കളെയും ആൺകുട്ടികളെ കൊല്ലാൻ പറഞ്ഞു. പക്ഷേ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ നൽകിയ നിർദ്ദേശമനുസരിച്ച് യോസേപ്പ് പിതാവ് കൊച്ചിനെ അവിടെയും കൊണ്ട് പലായനം ചെയ്തു. കാരണം എന്താ? ക്രിമിനൽസ് വന്നു കഴിഞ്ഞാൽ ദൈവവിശ്വാസത്തിനെതിരെയാണ്, പരിശുദ്ധാത്മാവിനെതിരെയാണ്. അതാണ് നമ്മൾ വായിച്ചു കേട്ടത്. റോമാക്കാർക്ക് പറയാണെന്താ? ദൈവത്തിൻ്റെ അവകാശിയും യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയുമാണ് ക്രിസ്ത്യാനി, ദൈവത്തിൻ്റെ അവകാശി. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ശുശ്രൂഷ മേഖലയിൽ വചനത്തിൽ വിശ്വസിച്ച് വിശുദ്ധ കുർബാനയും കൂദാശകളും ദൈവകൽപ്പനകളും പാലിച്ച് ജീവിച്ചാൽ നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെ കുടുംബത്തിൽ ഒരിക്കലും ഒരു ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തി ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഓരോ കൽപ്പന ലംഘനവും നമ്മൾ നിസ്സാരമായിട്ട് കാണും. നിസ്സാരമായിട്ട് കാണരുത്. നിസ്സാരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്ത് വരുമ്പോൾ പിന്നെ ദൈവവിശ്വാസം അവൻ്റെ കുടുംബത്തിലോ അവൻ്റെ തലമുറയിലോ ഉണ്ടാകില്ല. ഹെറോദസിൻ്റെ കുടുംബത്തിൽ 40 മക്കളുണ്ടായി. 10 ഭാര്യമാരിൽ നിന്നും 40 മക്കൾ ജനിച്ചു. ഹെറോദസിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്താണെന്ന് വെച്ചാൽ തിരുക്കുടുംബമായിരുന്നു. ഹെറോദസിൻ്റെ ഏറ്റവും വലിയ ശത്രു തിരുക്കുടുംബമായിരുന്നു. ആ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. പക്ഷേ ലോകത്തിൽ നിന്നും ഇല്ലാതായ ഒരു കുടുംബം ഏതാണെന്ന് വെച്ചാൽ ഹെറോദസിൻ്റെ കുടുംബമായിരുന്നു. 40 മക്കളുണ്ടായിട്ട് ആ മക്കൾ ഒരു തരി പോലും ഇല്ലാത്ത വിധത്തിൽ ദൈവമായ കർത്താവിനെ ആക്രമിക്കാൻ വന്ന ആ കുടുംബം ഇല്ലാതായിട്ട് മാറി. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവിശ്വാസത്തിനെതിരെ, ദൈവ ആരാധനയ്ക്കെതിരെ നമ്മൾ പ്രവർത്തിക്കരുത്. ക്രിമിനൽസ് സ്വഭാവം വരുന്നത് എന്തുകൊണ്ടാണ്? ദൈവാരാധന ഉപേക്ഷിക്കുന്നത് കൊണ്ടാണ്. ദേവാലയത്തിൽ പോകും. കാരണം ഈ ഔസേപ്പിതാവിൻ്റെ തിരുക്കുടുംബത്തെക്കുറിച്ച് പ്രകാരം പറയുന്നത് അവൻ സിനഗോഗിൽ പോകുന്നവനായിരുന്നു. രണ്ടാമത് പറയുന്ന ദേവാലയത്തിൽ നിത്യമായിട്ട് സന്ദർശനം നടത്തുന്നവനായിരുന്നു. അതുകൊണ്ടാണല്ലോ
നമുക്ക് യേശു ക്രിസ്തുവിനെ തിരുനാളിന് കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്നു. വീണ്ടും പറയും, മൂന്നാമത് പറയും, അവൻ കൃത്യമായിട്ട് നിയമങ്ങൾ പാലിക്കുന്നവനാണെന്നോ പ്രാർത്ഥന നടത്തുന്നവനായിരുന്നു. ആദ്യത്തേത് സിനഗോഗിൽ അവൻ കൃത്യമായിട്ട് പോകുന്നവനായിരുന്നു. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പള്ളി ദേവാലയത്തിൽ നമ്മൾ പോകുന്നവരാണോ? തിരുനാളിൽ പോകുന്നവനാണ്. തിരുനാൾ പോയി എവിടെയാണ് നമ്മൾ ആയിരിക്കുന്നത്? ഹല്ലേലൂയ. ഇന്ന് തിരുനാളുകളും നമ്മുടെ ഓരോ ചടങ്ങുകളും ആഘോഷങ്ങളായിട്ട് മാറാണ്, ആർഭാടങ്ങളായിട്ട് മാറാണ്. ആത്മീയത അവിടെ നിൽക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എന്താ? നമ്മൾ ആർഭാടമാകുകളും ആഘോഷമാകുകളും മറ്റൊരു സ്ഥലത്ത് എന്ത് വന്നുകൊണ്ടിരിക്കുക? തടസ്സങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അപകടങ്ങളും പകർച്ചവ്യാധികളും കടന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഈ ആരാധനകൾ, ഈ ആഘോഷങ്ങൾ ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്നുണ്ടോ? പഴയ കാലത്ത് 40,000 50,000 നടത്തി പെരുന്നാൾ നടത്തുമ്പോൾ ദൈവം പ്രസാദിച്ചിരുന്നു. ഇന്ന് ലക്ഷങ്ങളും കോടികളും മുടക്കിയ പെരുന്നാൾ നടത്തുന്നത്. അത് ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടിയാണോ? അല്ലല്ലോ. ആർക്ക് വേണ്ടിയാ? മനുഷ്യന് വേണ്ടിയാ, മനുഷ്യന് വേണ്ടിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം മനുഷ്യപ്രീതിക്ക് വേണ്ടി ആഘോഷിക്കുന്ന ഒരു ചടങ്ങായിട്ട് നമ്മുടെ തിരുനാളുകളും ആഘോഷങ്ങളും മാറിയിരിക്കുക. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, എവിടെയാണ് പീസ് കുറവ്? ദേവാലയമുണ്ടോ? കുമ്പസാരമുണ്ടോ? അവിടെ കൂദാശക്കാർ പരിഗണന ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഒന്നും ചിന്തിക്കാറില്ല. അപ്പോൾ അവരെ സ്ഥിരമായിട്ട് അവിടെ കുർബാനയ്ക്ക് വിടില്ല ഹോസ്റ്റലിൽ നിന്ന്. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, കാരണന്മാർ പള്ളി കയറി ഇരുന്നിട്ട് 12 അപ്പസ്തോലന്മാരെ പ്ലസ് ഒന്നുകൂടി ചേർത്ത് 13 അപ്പസ്തോലന്മാരെ കൊടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലുക, 12 മിഖായൽമാരുടെ പ്രാർത്ഥന ചെല്ലുക. എന്നിട്ട് ആളെ വിളിക്കാൻ പറഞ്ഞു, കയറി വരുമെന്ന് പറഞ്ഞു. താഴത്ത് പോയി ഇരുന്ന വ്യക്തി ഇവിടെ അവർ 10-15 മിനിറ്റ് നേരിടുന്ന പ്രാർത്ഥിച്ചു. അതിന് ശേഷം അവർ കയറി വന്നു, കണ്ടു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുഖഭാഗം മാറി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് വലിയ തേജസ് കടന്നു വന്നു. അതിന് ശേഷം അവനെ കണ്ടു, അമ്മയും അപ്പനും കണ്ടു കഴിഞ്ഞപ്പോൾ കയറി വന്നിട്ട് പറഞ്ഞു, ഇപ്പം ഞങ്ങളുടെ മകൻ ഒരു ക്രിസ്തുവിൻ്റെ ശിഷ്യനായിട്ട് മാറി. അല്ലേ? കാരണം എന്താ? അപ്പനും അമ്മയ്ക്കും വീട്ടിൽ വന്നപ്പോൾ പിള്ളേരെ കണ്ടപ്പോൾ മനസ്സിലായി, ഇവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല, ഇവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല, അശുദ്ധാത്മാവാണെന്ന്. ഞാൻ അവരോട് പറഞ്ഞു, ഉടൻ തന്നെ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ മകന് പഠിച്ച് ഒരു ബിടെക്കോ എംടെക്കോ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമം. നമ്മൾ മാതാപിതാക്കന്മാരോ നമ്മുടെ കുടുംബങ്ങളോ ചിന്തിക്കുന്ന നേരെ തിരിച്ചാ. പള്ളി പോയില്ലെങ്കിലും കുർബാന അർപ്പിച്ചില്ലെങ്കിലും കൂദാശകൾ സ്വീകരിച്ചില്ലെങ്കിലും അവനൊരു ഡോക്ടറോ IAS ആയി തീരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കാരണം ഇവിടെ പ്രാർത്ഥിച്ചിരുന്ന യവസേപ്പിതാവ്, സ്ഥിരമായിട്ട് ദേവാലയത്തിൽ പോയിരുന്ന യവസേപ്പിതാവ്, സ്ഥിരമായിട്ട് സിനഗോഗിൽ പോയിരുന്ന യവസേപ്പിതാവ്, ആ യവസേപ്പിതാവിൻ്റെ ഭവനത്തെയാണ് പിശാച് ടാർജറ്റിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചതെങ്കിൽ ഞാൻ ചിന്തിക്കേണ്ടത്, നാം പോകാത്ത കുടുംബങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നിയമങ്ങൾ അനുസരിക്കാത്ത കുടുംബത്തിൻ്റെ അവസ്ഥയായിരിക്കും. കൽപ്പനകൾ പാലിക്കാത്ത കുടുംബത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? സിനഗോഗിൽ പോകാത്ത കുടുംബങ്ങൾ അവസ്ഥ എന്തായിരിക്കും? അല്ലേ? ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുന്ന ആക്രമണങ്ങളൊന്നും കാണാൻ പറ്റില്ല. കാണാൻ പറ്റാത്തതിൻ്റെ കാരണം അവർ ദൈവത്തിൻ്റെ കൂടെയല്ല, അവർ ലോകത്തിൻ്റെ കൂടെയാണ്. ലോകത്തിൻ്റെ കൂടെ ആയിരിക്കുന്നൊരു വ്യക്തിക്ക് തടസ്സങ്ങളൊന്നും നേരിടില്ല. തടസ്സങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ തകർക്കപ്പെടാനായിട്ട് പിശാച് പരിശ്രമിച്ചു കൊണ്ടിരുന്നത്, ഏറ്റവും കൂടുതൽ സഹനത്തിലൂടെ കടന്നുപോയ ഒരു കുടുംബമാണ് തിരുക്കുടുംബം. ഉണ്ണിയെ പിറന്നു കഴിഞ്ഞിട്ട് അവർക്ക് സ്വസ്ഥതയുണ്ടോ? ഇല്ലല്ലോ. ഉണ്ണി പിറന്നു കഴിയുമ്പോൾ നമ്മളെ നല്ല ഭക്ഷണം അടിച്ചുകൊണ്ടിരിക്കുക, നല്ല മീൻകറി ഇറച്ചിക്കറിയും കൂട്ടിക്കറി നല്ല തിന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഔസേപ്പിതാവും മാതാവും എന്ത് ചെയ്യുക? ഉണ്ണിയെ പാലായനം ചെയ്തുകൊണ്ടിരിക്കുക. ഭക്ഷണം കിട്ടാതെ അവസ്ഥയിൽ, വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഈച്ച കൊത്തിയാൽ അത് മരണത്തിൻ്റെ അവസ്ഥയിലുള്ള ആ മരുഭൂമിയിലൂടെയുള്ള യാത്ര നടത്തി അത്രമാത്രം സഹനത്തിലൂടെയും അത്രമാത്രം വേദനയിലൂടെയും കഷ്ടപ്പാടുകളിലും കടന്നുപോയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, തന്നെ ആക്രമിക്കുന്ന പിശാചിനെ, തന്നെ ആക്രമിക്കുന്ന സാത്താനെ, അല്ലെങ്കിൽ തന്നെ ഈ ലോകത്തിൻ്റെ ദുഷ്ടാത്മാവിനെ ചവിട്ടിത്താത്തണമെന്നൊരു വലിയ
ഒരു വിശ്വാസമുണ്ടായതുകൊണ്ട്, ഒരു ദൃഢപ്രതിജ്ഞയുള്ളത് കൊണ്ട്, കർത്താവിനോട് അതിരിട്ട സ്നേഹമുള്ളത് കൊണ്ടാണ് അവർ പലായനം ചെയ്തത്. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ സഹനത്തിൻ്റെ തീച്ചിലൂടെ കടന്നു പോകുമ്പോൾ, കർത്താവ് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബമായിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കരുത്. കാരണം ദൈവത്തിന് നമ്മളെക്കൊണ്ട് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ പലരും വന്നിട്ട് പറയുന്ന, അച്ഛാ നന്നായിട്ട് ഞാൻ പള്ളി പോകുന്ന, ഞാൻ നൊവേന നോക്കുന്നതായിരുന്നു, ഞാൻ നോമ്പ് നോക്കുന്നതായിരുന്നു, ഞാൻ നല്ല കുർബാന അർപ്പിക്കുന്ന, എന്നിട്ട് ഗതികെട്ട ഒരാളെയാണെങ്കിൽ കിട്ടിയാണ് അച്ഛാ. അതുകൊണ്ട് ആരാധിക്കുന്ന കുടുംബത്തിൽ, ദൈവത്തെ സ്തുതിക്കുന്ന കുടുംബത്തിൽ ദൈവം തൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം എന്നോട് വിളിച്ചിട്ട് വരാം, അച്ഛാ ഒരു സ്വസ്ഥതയോ സമാധാനം ഇല്ല, ജീവിതം മടുത്തു അച്ഛാ. ഇത് ഒരാളുടെ സംഭവമല്ല, പല ആളുകളുടെ സംഭവം. മടുത്തതിൻ്റെ കാരണം എന്താ? ഇന്ന് വിശ്വാസം ഇല്ല. അതുകൊണ്ട് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പ്രകാരം പറയുന്നത് 9-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതത്തിൽ പ്രകാരം പറയുകയാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 9:4 പറയാണ്, എൻ്റെ ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്യും. അല്ലെങ്കിൽ യൗസേപ്പ് പിതാവ് എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചതെന്ന് അറിയുമോ? യൗസേപ്പ് പിതാവ് പ്രാർത്ഥിച്ച, കർത്താവേ ഈ ലോകത്തോട് നീ കരുണ കാണിക്കണമേ, ഈ ലോകത്തോട് നീ കരുണ കാണിക്കണമേ. ഹല്ലേലൂയ. കർത്താവ് ഈ ലോകത്തോട് കരുണ കാണിച്ചില്ലെങ്കിൽ എന്തുണ്ടാവും? ഈ ലോകം നശിച്ചു പോകും. അതുകൊണ്ട് പറയാണ് കർത്താവ് കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്യും. അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ വർത്തിക്കുകയും അങ്ങേ ധിക്കരിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്താ? ബന്ധം നഷ്ടപ്പെട്ട ദൈവത്തെ ധിക്കരിക്കും. ദൈവത്തെ ഇന്ന് ദേവാലയ സംവിധാനങ്ങളോ അല്ലെങ്കിൽ പള്ളിയോട് കാണിക്കുന്ന പഴയ കാലത്ത് നമ്മുടെ പൂർവീകർ കാണിച്ച ഒരു ഭയഭക്തിയൊന്നും ഒരു പുതിയ ജനത കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് രോഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപകടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്, അനർത്ഥങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയണം, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും. ആരാ പറയണം? ദാനിയേൽ പറയാം, കർത്താവിനോട് പറയാം, എന്താ ദൈവമേ അങ്ങയുടെ സ്നേഹവും വിശ്വസ്തതയും പാലിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈ ദൈവകൽപ്പന ലംഘിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അത് തൊട്ടപ്പുറത്ത് പറയാം, 27 പറയാം, ആകാശത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങളും രാജ്യത്വവും ആധിപത്യവും മഹത്വവും അത്യുന്നതന്റെ പരിശുദ്ധന്മാർക്ക് നൽകപ്പെടും. ഇത് പറയുന്ന ആരാണ്? ദാനിയേലാ പറയുന്നത്. ദാനിയേലിന് എന്ത് കിട്ടി? സിംഹക്കുഴിയിലേക്ക് ഇട്ടു. ദാനിയേലിന് എന്ത് കിട്ടി? ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് തീയിലേക്ക് ഇട്ടു. ഹല്ലേലൂയ. പല വിധത്തിലുള്ള പീഡനങ്ങളും പലവിധത്തിലുള്ള. അപ്പം പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിൻ്റെ കൂടെയാണ്. പ്രാർത്ഥിക്കുന്നവരുടെ പിന്നാലെ ശത്രുവായ സാത്താൻ ഉണ്ടാകും. അതിനെന്താ? നമ്മൾ വിജിലൻ്റായിട്ടിരിക്കുക എന്നുള്ള. ശത്രുക്കൾ കടന്നു വരാതിരിക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ നിലയുറപ്പിച്ചു കൊണ്ടിരുന്ന പട്ടാളക്കാരും നേവിക്കാരും ആണ്, എയർഫോഴ്സുമാണ്. കാരണം എന്താ? അവരൊന്ന് കണ്ണടച്ച മതി, ശത്രു കയറും. അതുകൊണ്ട് ശത്രുവായ പിശാസ് ഏത് സമയവും നമ്മുടെ കുടുംബത്തെ ആക്രമിക്കാതിരിക്കുവാൻ നമ്മൾ വിജിലൻ്റായിട്ടിരിക്കണം. പ്രാർത്ഥന മുടക്കരുത്. അതുകൊണ്ടാണ് രാത്രി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. രാത്രി പ്രാർത്ഥിക്കുക. നമ്മുടെ ചിലർ വന്നിട്ട് ചോദിക്കും, പകൽ പ്രാർത്ഥിക്കുക, ഇഷ്ടം പോലെ പ്രാർത്ഥിക്കാം, പക്ഷെ രാത്രി ഉറങ്ങാതെ പറ്റില്ല. കർത്താവ് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ശുശ്രൂഷ ചെയ്തത്, അല്ലേ? അപ്പോസ്തലന്മാരെ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്തത്, തോമസ് ലീഗ ശുശ്രൂഷ ചെയ്ത് രാത്രി പ്രാർത്ഥിച്ച് പകൽ ശുശ്രൂഷ ചെയ്തു, അതുകൊണ്ട് പറയാം, ആകാശത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങളും രാജ്യത്വവും ആധിപത്യവും മഹത്വവും അത്യുന്നതന്റെ പരിശുദ്ധന്മാർക്ക് നൽകപ്പെടും. ആർക്ക് നൽകപ്പെടും? അത്യുന്നതന്മാരുടെ പരിശുദ്ധന്മാർക്ക് നൽകപ്പെടും. അപ്പൊ നമ്മൾ യുദ്ധം ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഒരു യുദ്ധത്തിൻ്റെ ജീവിതം, അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ കൂദാശ, മായ്ക്കപ്പെടാത്ത കൂദാശ നൽകുന്നത് സ്ഥൈലലേപനത്തെ കൂദാശ. സ്ഥൈലലേപനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ പോരാളി, പടയാളി എന്നാണ് പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ പടയാളി. ഏത് മക്കൾക്ക് അറിയാൻ പറ്റും പടയാളിയാണെന്ന്? അവർ പറയും സ്ഥൈലലേപനം. അത് സ്ഥൈലലേപനം. ക്രിസ്തുവിന് വേണ്ടി യുദ്ധം ചെയ്യാനുള്ള പടയാളിയാണവൻ.
ക്രിസ്തുവിന് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത് എന്താ, അത് പരിശുദ്ധന്മാർക്ക് നൽകപ്പെടുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസം ഇല്ലാതെയും നമ്മുടെ കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുക, വിശ്വാസം ഇല്ലാത്ത മക്കളായിട്ട് മാറിക്കൊണ്ടിരിക്കുക, വിശ്വാസം ഇല്ലാത്ത മാതാപിതാക്കന്മാരായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്. വിശ്വാസം ഇല്ലാത്തൊരു കുടുംബത്തെക്കുറിച്ചാണ് പറഞ്ഞത്, ഹെറോദസിൻ്റെ കുടുംബം. അവൻ്റെ കുടുംബം ഇന്ന് ഈ ലോകത്തിൽ ഇല്ല. ഇനി ആരാധിക്കുന്ന കുടുംബത്തിന് കിട്ടുന്ന ഗുണത്തെക്കുറിച്ച് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ തിരുവചനം തൊട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ആരാധിക്കണം എന്ന് പറയുന്നത്, കാരണം നമ്മുടെ കുർബാനയിലെ എല്ലാ പ്രാർത്ഥനകളും ആരാധനകളാണ് എന്ന് പറയും. ഇതാ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പ് ഞാൻ അയക്കും. ഏത് നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് നമ്മുടെ ദൂതൻ ചെല്ലുക. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളെ ഒരു വിശ്വാസം ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ഒരു നേഴ്സിങ്ങിന് വിടാണ്, ഒരു ഡോക്ടറേറ്റ് എടുക്കാൻ വിടാണ്, അല്ലെങ്കിൽ ഒരു IAS എടുക്കാൻ വരാണ്, ഈ ദൂതനെ കർത്താവ് അയക്കില്ലല്ലോ. കാരണം എന്താ, നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്താണെന്ന് വെച്ചാൽ മകന് പഠനമാണ്, സർട്ടിഫിക്കറ്റാണ്, ജോലിയാണ്. ഇവിടെ പറയാണ്, ഇതാ ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ ആ ദേശത്തേക്ക് അയക്കും. അപ്പം നമ്മൾ ആ ദേശത്തെ സംരക്ഷിക്കപ്പെടുന്നത് ഈ ദൂതൻ്റെ ശക്തി കൊണ്ടാണ്. അല്ലേ പറയാ, അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. അപ്പോൾ നമ്മുടെ മക്കളെ വിശ്വാസത്തിൻ്റെ മേഖലയിലേക്ക്, പൈസ കൂടിയാലും കുറഞ്ഞാലും നമ്മുടേതായ വിശ്വാസമുള്ള സമുദായത്തിൻ്റെ മേഖലയിലേക്ക് അയച്ചാൽ ദൈവം ദൂതനയക്കും. ഇന്ന് ക്രിസ്ത്യാനികളായ അൽമായര് സ്ഥാപനം നടത്തുന്നുണ്ട്, നല്ല രീതിയിൽ, അല്ലേ, നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. അടുത്ത് പറയാണ്, അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ അടുത്ത് പറയാണ്, വിശ്വാസമില്ലാത്ത സമുദായമായിട്ട് നീ സമ്പർക്കം പുലർത്തരുത്. വിശ്വാസമില്ലാത്ത എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കാതെ ദൈവത്തെ തള്ളിപ്പറയുന്നവരുമായിട്ട് നീ സമ്പർക്കം പുലർത്തുക. അതാണ് 23. തൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ അമോനിയർ, ഹിത്യർ, ജെബൂസ്യർ, കാനാന്യർ, ലിവിയർ, ജെബൂസ്യർ ഇടയിലേക്ക് നയിക്കും. അവിടെ ആരുണ്ട്? ഈ കാവൽ ദൂതന്മാരുണ്ട്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിനാണ് ഈ കാവൽ ദൂതന്മാർ കാവൽ നൽകും. ഹല്ലേലൂയ. കാരണം എന്താ, വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. എല്ലാ മതങ്ങളുടെ ആരാധന ഒന്നാണോ? അല്ലല്ലോ. എല്ലാ വണ്ടിയിലും ഒഴിക്കുന്നത് ഒരു ഇന്ധനമാണെങ്കിൽ, പെട്രോൾ മാത്രമാണെങ്കിൽ എല്ലാ സ്റ്റേഷനിലും പെട്രോൾ മാത്രം മതി, അല്ലേ? എന്തിനാ ഡീസൽ, എന്തിനാ CNG? നീ അവരുടെ ദേവന്മാരെ ആരാധിക്കരുത്, അടുത്ത് പറയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിച്ചാൽ 5 കാര്യങ്ങളെ കുറിച്ച് പറയാം. 1, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും, സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ സാമ്പത്തിക മേഖല ദൈവം അനുഗ്രഹിക്കും. 2ാമത് പറയാണ്, അപ്പക്കൊട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പഴയ കാലത്തെ ഒരു സാമ്പത്തിക മേഖല, അപ്പക്കൊട്ട, മാവ് കുഴയ്ക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്പന്നരായിട്ട് മാറും. 2ാമത് പറയാണ്, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. രോഗമുണ്ടോ? ഉണ്ടല്ലോ. രോഗം നിർമ്മാർജ്ജനം ചെയ്യാത്തതിൻ്റെ കാരണം എന്താ? ആരാധനയില്ല. ആഘോഷങ്ങളുണ്ട്, ആർഭാടങ്ങളുണ്ട്, പക്ഷെ യഥാർത്ഥമായ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ആരാധനയില്ല. വാക്കുകൊണ്ടുള്ള ആരാധനയുണ്ട്. പുസ്തകം പിടിക്കുക, പാട്ട് പാടുക, പുസ്തകം പിടിക്കുക, പ്രാർത്ഥന ഇല്ലുക, പക്ഷേ ആ ആരാധന ശരീരത്തിൽ നിന്നുള്ള ആരാധനയില്ല. സ്തെഫാനസിനെ കല്ലെറിയാമാണ്. അവൻ കരഞ്ഞില്ലല്ലോ. അവൻ സ്വർഗത്തിലേക്ക് വയ്ക്കുക. അപ്പോൾ അവൻ കാണുന്നത് സ്വർഗത്തുറക്കപ്പെട്ടിരിക്കുന്നു, സ്വർഗം പട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു, പിതാവ് ദൈവരിക്കുന്നു, പുത്രനായ ദൈവരിക്കുന്നു. നമ്മളെയാണ് തല്ലിക്കൊല്ലാൻ പോകുന്നതെങ്കിൽ എന്താ പറയും? നിൻ്റെ കൂടെ കൂടിയപ്പോൾ അതേ എന്നേ മനസ്സിലായി ഈ പരിപാടി. ഇവിടെ പറയാണ്, 2ാമത് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ആരാധന സമൂഹം ഉയരുന്ന ദേശത്ത് ഒരിക്കലും പകർച്ചവ്യാധിയോ പകർച്ചപ്പനിയോ ബാധിക്കില്ല. ഹല്ലേലൂയ. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ക്രൈസ്തവ സഭ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പവർ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. മറ്റുള്ള സമുദായം മോശമാണെന്നല്ല അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. മോശമാണെന്നല്ല അർത്ഥം. അതിൻ്റെ അർത്ഥം പറയാണ്, 2ാമത് പറയാണ്, നിങ്ങളുടെ ഇടയിൽ നിന്നും രോഗങ്ങൾ മാറ്റുന്നല്ല. നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് തൂത്തെരിയും.
മൂന്നാമത് പറയാണ് ഗർഭചിത്രമോ വന്ധ്യതയോ ഗർഭചിത്രമോ വന്ധ്യതയോ ഉണ്ടാവുകയില്ല. ഗർഭചിത്രമോ വന്ധ്യതയുണ്ട്. ഗർഭചിത്രമുണ്ട്, വന്ധ്യതയുണ്ട്, വിവാഹം നടക്കാതെ മക്കളൊന്നും നടക്കുന്നുണ്ട്. അല്ലേലിയ. വിവാഹം നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡൈവോഴ്സ് വരുന്നു. വിവാഹം നടന്നു കഴിഞ്ഞാൽ മക്കളില്ല, വേദനയും മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമകളായി. അതുകൊണ്ട് പറയാണ് മൂന്നാമത് ഗർഭചിത്രമോ വന്ധ്യതയോ ഉണ്ടാകില്ല. അപ്പൊ അത് രണ്ടാണ്, ഗർഭചിത്രം, വന്ധ്യത. അപ്പക്കൊട്ട മാവ് ഒഴിക്കുന്നറിയാം, രോഗനിർമ്മാർജ്ജനം. അഞ്ചാമത്തത് പറയാണ് നിനക്ക് ഞാൻ ദീർഘായുസ്സും തരും. ദീർഘായുസ്. അപ്പൊ ദീർഘായുസ് കുറയുന്നതിന്റെ കാരണം എന്താ? ആരാധന, ദൈവാരാധനയില്ല. ദൈവാരാധന ഉണ്ടെങ്കിൽ ദീർഘായുസ് കിട്ടും, ഒരിക്കലും മരണം. കാരണം എന്താ? മരണത്തിന്റെ മേൽ ദൈവം ആധിപത്യം സ്ഥാപിച്ചു. മരണം എപ്പോഴാണ് വന്നത്? ആദിമാതാപിതാക്കന്മാർ പോലും മരണം വന്നത്. പാപം ലോകത്തിൽ വന്നു, മരണം വന്നു. അപ്പോൾ യേശു ക്രിസ്തു വന്നു, പാപത്തെ ഇല്ലായ്മ ചെയ്യുന്നു. അതോടുകൂടി മരണവും ആധിപത്യങ്ങളും ഇല്ലാതെ.